കോട്ടയത്ത് നിന്ന് മറ്റൊരു വാർത്ത ഇന്നലെ റിപ്പോർട്ടർ TV ബ്രേക്ക് ചെയ്തിരുന്നു. കോട്ടയത്ത് ഒരു 4 വയസ്സുകാരൻ ആ ക്ലാസ് മുറിയിൽ നിന്ന് കിട്ടിയ ചോക്ലേറ്റ് കഴിച്ച് ബോധം കെട്ട് ഉറങ്ങിപ്പോയി. അങ്ങനെ മയങ്ങി കിടന്ന കുട്ടിക്ക് ശാരീരിക അസ്വസ്ഥ ഉണ്ടായപ്പോൾ വീട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ച് ആ ചോക്ലേറ്റ് പിന്നീട് ടോക്സിക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്ത് പരിശോധന നടത്തിയപ്പോൾ അത് ലഹരി കണ്ടെത്തി. ആ ലഹരി കണ്ടെത്തിയതിൽ പോലീസിന്റെ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. കോട്ടയം വടവാതൂർ 7th ഡേ സ്കൂൾ അധികൃതരുടെ മൊഴിയെടുക്കാനാണ് പോലീസിന്റെ നീക്കം. കുട്ടിക്ക് സ്കൂളിൽ നിന്നും ചോക്ലേറ്റ് നൽകിയിട്ടില്ല എന്നാണ് ടീച്ചർ പറയുന്നത്. അബാക്കസിന്റെ ക്ലാസ്സിന് പോയപ്പോഴാണ് കുട്ടിയുടെ കയ്യിൽ ചോക്ലേറ്റ് കണ്ടതെന്നാണ് സ്കൂളിന്റെ വിശദീകരണം. സ്കൂളിൽ നിന്ന് പോകുമ്പോൾ കുട്ടി അവശനായിരുന്നില്ലെന്നും 7th ഡേ സ്കൂൾ പ്രിൻസിപ്പൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു. കേൾക്കാം. LKG ക്ലാസ്സിൽ ഉറങ്ങുന്ന സമയം LKG UKG അപ്പൊ അബാക്കസ് ടീച്ചർ അവരെ ക്ലാസ് എടുക്കാൻ വന്നു. എക്സ്ട്രാ കരിക്കുലർ ടീച്ചറാണ്, നമ്മുടെ സ്കൂളിലെ ടീച്ചറല്ല, വെളിയില് ക്ലാസ്സിലോട്ട് കയറി ചെല്ലുമ്പോൾ ഈ കൊച്ചിന്റെ കയ്യിൽ ഒരു മുട്ടായ കടലാസ, മുട്ടായി, ഈ ഡയറി മിൽക്ക് എന്ന് പറഞ്ഞ ആ മുട്ടായിയുടെ കടലാസാണ് ഇരുന്നത്. അതിങ്ങനെ നക്കിക്കൊണ്ട് കയറി ചെന്നപ്പോ ടീച്ചർ ചോദിച്ചു, ഇത് എന്തിനാണ്, ഇത് ഈ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു. പറഞ്ഞു അമ്മ തന്നാന്ന് പറഞ്ഞു. അത് തന്നെ വേറൊരു കൊച്ചു ഉടനെ അത് തട്ടിപ്പറിച്ച് അവനും എടുത്ത് ഇങ്ങനെ നക്കി. 2-3 കുഞ്ഞുങ്ങൾക്ക് ഉറക്കം വരുന്നെന്ന് പറഞ്ഞു. മിസ്സേ ഞങ്ങൾ ഉറങ്ങിക്കോട്ടെ ചോദിച്ചു. ഉറങ്ങാൻ പറഞ്ഞു. അപ്പൊ ഈ കൊച്ചും പറഞ്ഞു, ടീച്ചറെ ഞാനും ഉറങ്ങിക്കോട്ടെ ചോദിച്ചു. അന്ന് മോൻ കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞു. ടീച്ചർ ബാക്കി ഇരുന്ന് പഠിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞപ്പോൾ എല്ലാവരും എഴുന്നേറ്റു. ഇവര് ക്ലാസ്സിലോട്ട് ഓടിയാണ് പോയത്. ക്ലാസ്സിൽ ഒന്ന് ഓടിയിട്ടാണ് ഇവൻ ക്ലാസ്സിൽ പോയത്, കുഞ്ഞു ക്ലാസ്സിൽ പോയത്. അപ്പം ഓന്റെ സ്നാക്സ് ബോക്സിനകത്തുനിന്ന് ഓറിയോ ബിസ്ക്കറ്റും ഡാർക്ക് ഫാന്റസി ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു. ഈ ബിസ്ക്കറ്റ് കുഞ്ഞ് കഴിച്ചു. കുഞ്ഞിന്റെ അപ്പച്ചനാണ് വന്നത്. അപ്പച്ചന്റെ കയ്യിൽ ക്ലാസ് ടീച്ചർ കൊണ്ട് ഏൽപ്പിച്ചു. അപ്പച്ചൻ കുഞ്ഞിനെ കൊണ്ടുപോയി. അല്ലാതെ സ്കൂളിൽ കുഞ്ഞ് കുഴഞ്ഞു വീണിട്ടില്ല. ഈ പറഞ്ഞ മാതാവ് വന്ന് കൊണ്ടുപോയിട്ടുമില്ല. അഞ്ജന നമുക്കൊപ്പം ചേരുന്നു. അഞ്ജന, ഇന്നലെ മാതാവ് പറഞ്ഞത് ഈ സ്കൂളിലെ ക്ലാസ് മുറിയിൽ നിന്ന് തന്നെ കിട്ടി എന്നാണ്. ഇപ്പോൾ ഈ ടീച്ചർ പറയുന്നത്, പ്രിൻസിപ്പൽ പറയുന്നത്, ഈ സ്കൂളിലെ ക്ലാസ് മുറിയിലല്ലേ അബാക്കസിന്റെ ക്ലാസ് നടക്കുന്നത്, അവിടെ വെച്ചല്ലേ ഈ കുട്ടിക്ക് ചോക്ലേറ്റ് കിട്ടിയത്. എന്താണ് ടീച്ചർമാർ പറയുന്നത്? അരുൺകുമാർ, ഞാനിപ്പോൾ ഉള്ളത് വടവാതൂർ 7th ഡേ പബ്ലിക് സ്കൂളിന്റെ മുൻപിലാണ്. ഈ സ്കൂളിലെ ക്ലാസ് മുറിയിൽ നിന്നുമാണ് കുട്ടിക്ക് ഇങ്ങനെ ഒരു ചോക്ലേറ്റ് കിട്ടിയത്. LKG ക്ലാസ് മുറിയിൽ നിന്നും കിട്ടിയതാണ് എന്നാണ് കുട്ടിയുടെ അമ്മയും കുട്ടിയും പറയുന്നത്. ഈ LKG ക്ലാസ് റൂമിന് തൊട്ടപ്പുറത്ത് അബാക്കസിനായി ഒരു ക്ലാസ് റൂമുണ്ട്. ഈ ക്ലാസ് റൂമിലേക്ക് കുട്ടി പോകുമ്പോൾ കുട്ടിയുടെ കയ്യിൽ ഈ ഡയറി മിൽക്കിന്റെ ചോക്ലേറ്റിന്റെ കവർ ടീച്ചർ കണ്ടിരുന്നു. തുടർന്ന് ഈ ചോക്ലേറ്റ് എവിടെ നിന്ന് കിട്ടി എന്നെല്ലാം തന്നെ ചോദിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ക്ലാസ്സിൽ നിന്ന് കിട്ടി എന്നാണ് കുട്ടി പറയുന്നത്. പക്ഷേ ഇപ്പോൾ പ്രിൻസിപ്പലിന്റെ പ്രതികരണത്തിൽ പ്രിൻസിപ്പൽ നമ്മളോട് വ്യക്തമാക്കുന്നത് സ്കൂളിൽ നിന്ന് ആരും തന്നെ കൊടുത്തിട്ടില്ല, സ്കൂളിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ കിട്ടിയതാണോ എന്നതിൽ വ്യക്തതയില്ല. കാരണം ആ ഭാഗത്തെ CCTV ദൃശ്യം ലഭ്യമല്ല. അതിനാൽ തന്നെ ഈ കുട്ടിക്ക് ചോക്ലേറ്റ് എവിടുന്ന് കിട്ടി എന്നതിൽ സ്കൂൾ അധികൃതർക്കും സംശയമുണ്ട്. പക്ഷേ ഇപ്പോഴും കുട്ടിയുടെ വീട്ടുകാർ ഉറച്ചു നിൽക്കുന്നത് ഈ ഡയറി മിൽക്കിൽ തന്നെയാണ്. കുട്ടിയുടെ ശരീരത്തിൽ ലഹരി പദാർത്ഥത്തിന്റെ തന്നെയുള്ള കെട്ടിടത്തിലാണോ അബാക്കസ് നടക്കുന്നത്? അതായത് സ്കൂൾ അധികൃതരുടെ നിയന്ത്രണത്തിലുള്ള ക്ലാസ് മുറിയിലാണോ അബാക്കസ് നടക്കുന്നത്? തീർച്ചയായും അരുൺകുമാർ, അങ്ങനെ തന്നെയാണ്. തൊട്ടടുത്ത് 2 ക്ലാസ് മുറികളാണ്. LKG ക്ലാസ് മുറി അതിന് തൊട്ടടുത്താണ്. സ്കൂളിലെ ക്ലാസ് മുറിയിലാണ് ആ കുട്ടിക്ക് ചോക്ലേറ്റ് കിട്ടിയിരിക്കുന്നത്. അക്കാര്യത്തിൽ സ്ഥിരീകരണമുണ്ടല്ലോ. തീർച്ചയായും LKG ക്ലാസ് മുറിയിൽ നിന്ന് തന്നെയാണ് ചോക്ലേറ്റ് കിട്ടിയിരിക്കുന്നത്. ഈ അബാക്കസ് ക്ലാസ്സിന് പോകുമ്പോൾ ഈ കുട്ടിയുടെ കയ്യിൽ ചോക്ലേറ്റിന്റെ കവർ ടീച്ചർ കണ്ടിരുന്നു. അതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സ്കൂളിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയെ നമ്മൾ തോന്നിയത്, ഇങ്ങനൊരു പരാതി വന്നതിനു ശേഷവും അതിൽ കാര്യമായ അന്വേഷണം സ്കൂൾ അധികൃതർ നടത്തിയില്ല എന്നതാണ്, അല്ലേ? അരുൺകുമാർ, ഇപ്പോൾ പോലീസ് അന്വേഷണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മണർകാട് പോലീസാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നത്. ഇന്നലെ കുട്ടിയുടെ അമ്മ കളക്ടർക്കും SP-ക്കും എല്ലാം തന്നെ പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് മണർകാട് പോലീസ് പ്രാഥമികമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി സ്കൂൾ അധികൃതരുടെ ഒരു പ്രാഥമിക മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അത് വരും ദിവസങ്ങളിൽ തന്നെ അങ്ങനെ ഒരു മൊഴി രേഖപ്പെടുത്തും. ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. ഈ സ്കൂൾ അധികൃതരുടെ മൊഴിയും ഈ കുട്ടിയുടെ മാതാപിതാക്കളുടെ മൊഴിയും രണ്ടും തമ്മിൽ വളരെയധികം വൈരുദ്ധ്യമുണ്ട്. ഈ സ്കൂൾ അധികൃതർ പറയുന്നത് വീട്ടിൽ നിന്ന്
കിട്ടിയ ഏതെങ്കിലും ഭക്ഷണത്തിൽ നിന്നായിരിക്കാം ഇങ്ങനെയൊരു ലഹരി പദാർത്ഥം കുട്ടിയുടെ ഉള്ളിൽ എത്തിയത് എന്നതാണ്. പക്ഷേ വീട്ടുകാർ ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നു, ഈ ഡയറി മിൽക്ക് ചോക്ലേറ്റ് കഴിച്ചതിന് ശേഷം കുട്ടി മറ്റൊന്നും തന്നെ കഴിച്ചില്ല. ഈ ചോക്ലേറ്റ് കഴിച്ചതിന് ശേഷമാണ് കുട്ടി മയങ്ങി വീഴുകയും കുട്ടിയുടെ അപ്പച്ചൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായി സ്കൂളിൽ വന്നപ്പോൾ ഈ വാഹനത്തിലേക്ക് അടക്കം കുട്ടി മയങ്ങി വീഴുകയായിരുന്നു എന്നാണ് കുട്ടിയുടെ മാതാപിതാക്കൾ ഉറച്ചു പറയുന്നത്. അതിനാൽ തന്നെ ഡയറി മിൽക്കിൽ നിന്നാണ് ഈ ലഹരി പദാർത്ഥമായ ബെൻസോഡയാസ്പിൻ കുട്ടിയുടെ ശരീരത്തിൽ എത്തിയത് എന്നാണ് വീട്ടുകാർ ഉറപ്പിച്ചു പറയുന്നത്. ഈ ഉറക്കക്കുറവിനടക്കം ഉപയോഗിക്കുന്ന ഒരു ലഹരി പദാർത്ഥമാണ് ബെൻസോഡയാസ്പിൻ. ഈ ഉറക്ക ഗുളികകളിലെല്ലാം തന്നെ നമ്മൾ കാണുന്ന ഒരു സാന്നിധ്യമാണ്. ചിലർ ഇത് ലഹരി മരുന്ന് എന്ന രീതിയിലും ഉപയോഗിച്ചു വരുന്നുണ്ട്. അതിനാൽ തന്നെ ടോക്സിക്കോളജി എന്ന ടെസ്റ്റ് നടത്തുകയും അതിൽ നിന്നുമാണ് ഈ ഒരു ലഹരി പദാർത്ഥത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. ഇന്നലെ ഈ കുട്ടിയുമായിട്ട് 4 വയസ്സുകാരനാണ്, 4ാം ക്ലാസ്സുകാരനല്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. LKG പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിയുമായിട്ട് ഇന്നലെ അഞ്ജന സംസാരിച്ചിരുന്നു, കുട്ടിയുടെ മാതാവുമായി സംസാരിച്ചിരുന്നു. മാതാവ് പറയുന്നത് LKG ക്ലാസ് മുറിയിൽ നിന്ന് കിട്ടിയെന്നാണ്. കുട്ടി പറയുന്നത് കൂടി നമുക്കൊന്ന് കേൾക്കാം. 4 വയസ്സ് മാത്രമേ ഉള്ളൂ കുട്ടിക്ക് പ്രായം. ഇതെവിടെ നീ ചോക്ലേറ്റ് കിട്ടിയേ? സ്കൂളിൽ വെച്ചോ? സ്കൂളിൽ എവിടുന്നാ കിട്ടിയേ? LKG ക്ലാസ്സിൽ നിന്നോ? അവിടെ വെറുതെ ഇരിക്കുവായിരുന്നു ഈ ചോക്ലേറ്റ്. അപ്പൊ എന്താ ഇത്? ചോക്ലേറ്റ് എവിടുന്നാ കിട്ടിയേ? സ്കൂളിൽ എവിടെ വെച്ചാ കിട്ടിയേ? ബെഞ്ചേലോ? അത് പൊട്ടിച്ചിരിക്കുവായിരുന്നോ? എന്നിട്ട് എന്നാ ചെയ്തേ? അതൊക്കെ അവരത്ത് തിന്നു, മയങ്ങിപ്പോയി. വേറെ ആർക്കെങ്കിലും കൊടുത്തായിരുന്നോ? ആർക്കും കൊടുത്തില്ല, ഞാൻ മാത്രം തിന്നു. ഈ കുട്ടിയുടെ അമ്മയും നമ്മളോട് ഇന്നലെ പ്രതികരിച്ചിരുന്നു. അമ്മ പറഞ്ഞത് കൂടി ഒന്ന് കേൾക്കാം. കുട്ടി കഴിഞ്ഞ തിങ്കളാഴ്ച ഞാനന്ന് സ്കൂളിൽ കൊണ്ടാക്കി. വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് കുഞ്ഞ് എഴുന്നേൽക്കുന്നില്ല. ഭയങ്കര ബോധം കെട്ട് ഭയങ്കര ഉറക്കമാണ്. വൈകുന്നേരം ഒരു 6:30-7 അവന് എഴുന്നേൽക്കുന്നില്ല. സ്കൂളിൽ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് പിന്നെ ക്ലാസ് ടീച്ചർ പറഞ്ഞു അവനൊരു കുഴപ്പമില്ലാഞ്ഞു. ക്ലാസ്സിൽ വന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവനോട് വെച്ചൊരു ചോക്ലേറ്റ് കഴിക്കുന്നത് കണ്ടു. അപ്പോൾ ഇവൻ്റെ മുഖത്തും ചുണ്ടയിലും എല്ലാം ചോക്ലേറ്റ് ഇരിക്കുന്ന കണ്ടിട്ട് പുള്ളിക്കാരിയാണ് പോയി കഴിച്ചത്. എൻ്റെ കൊച്ചിനെ ICU അഡ്മിറ്റ് ചെയ്തു. പിറ്റേ ദിവസം ഞങ്ങൾ ആ സാമ്പിളുമായിട്ട് അമൃതയെ കൊണ്ട് കൊടുത്തു. ടോക്സിക്കോളജി ടെസ്റ്റിന് വേണ്ടിയിട്ട് അമൃതയെ കൊണ്ട് കൊടുത്തു. തിങ്കളാഴ്ച വൈകിട്ട് തന്നെ കുഞ്ഞ് കഴിച്ച ചോക്ലേറ്റ് ഇതാണെന്ന് പറഞ്ഞു. നമുക്ക് കവറിൻ്റെ ഫോട്ടോ ആയി. അപ്പോൾ ഇവരോട് ഈ കവർ ചോദിച്ച് നമ്മൾ വിളിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഇവർക്ക് ആ കവർ കീപ്പ് ചെയ്യേണ്ട കാര്യമില്ല, അവരത് കളഞ്ഞെന്ന് പറഞ്ഞു. ഈ സബ്സ്റ്റൻസിന്റെ പ്രസൻസ് കൊണ്ടാണോ ഉറങ്ങിക്കിടന്നതെന്ന് വെച്ചപ്പോൾ അവരും പറയുന്നുണ്ട് ഇതുകൊണ്ട് തന്നെയാണ് അവൻ ഉറങ്ങിക്കിടന്നത്. എന്ത് സബ്സ്റ്റൻസ് ടെസ്റ്റ് കണ്ടെത്തി? അത് ബെൻസോഡയാസ്പിനായിരുന്നു. ഉറക്കഗുളിക അടങ്ങിയ മിഠായി. കുഞ്ഞ് തന്നെ മുട്ടയുടെ കവർ പൊട്ടിക്കത്തില്ല. അവനെ നമ്മൾ പൊട്ടിച്ചു കൊടുക്കണം, അല്ല അവൻ്റെ ടീച്ചറെ കൊടുക്കും പൊട്ടിക്കണം. അവർക്കും അറിയാം, അവരും സമ്മതിക്കുന്നുണ്ടത്. അപ്പോൾ ഇത് അവിടെ കഴിച്ചിട്ട് വെച്ചിരുന്ന മുട്ടായി ഇവനടുത്ത് കഴിച്ചതാ. ക്ലാസ്സിൽ ചെന്നപ്പോൾ ഇവൻ്റെ ആദ്യം കിട്ടി ഇവനടുത്ത് കഴിച്ചു. അത് അതെയാണ് ഇവൻ കഴിച്ചത്. ഇവൻ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇവൻ ഉറങ്ങി പോകുമായിരുന്നു. ഓക്കെ അഞ്ജന, ഇതാണ് നമ്മൾ ഇന്നലെ കുട്ടിയുടെ അമ്മയുടെയും പ്രതികരണങ്ങൾ ഇന്നലെ പുറത്തു തന്നെ വിട്ടിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ അന്വേഷണത്തിലേക്കൊക്കെ കടക്കുന്നത്. പക്ഷേ സ്കൂൾ അധികൃതർ പറയുന്നത് ഇത് സ്കൂളിൽ നിന്ന് കിട്ടിയതല്ല എന്നാണ്. പക്ഷേ കുട്ടിയുടെ അമ്മയും പറയുന്നത് സ്കൂളിൽ നിന്ന് കിട്ടിയതാണ് എന്നാണ്. മണർകാട് പോലീസ് എന്തായാലും സ്കൂൾ അധികൃതരുടെ മൊഴിയെടുക്കും അല്ലേ? തീർച്ചയായും വിശദമായ മൊഴി ഇതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പോൾ പ്രാഥമികമായി ഒരു അന്വേഷണം മാത്രമേ നടന്നിട്ടുള്ളൂ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ പ്രിൻസിപ്പലിന്റെയും മറ്റ് ടീച്ചർമാരുടെയും എല്ലാം തന്നെ വിശദമായ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് മണർകാട് പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ കളക്ടർക്കും SP-ക്കും എല്ലാം തന്നെ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഊർജിതമായ അന്വേഷണമാണ് സംഭവവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. 4 വയസ്സുകാരൻ കഴിച്ച ചോക്ലേറ്റിൽ നിന്നുമാണ് ഇങ്ങനെയൊരു ലഹരി പദാർത്ഥത്തിന്റെ സാന്നിധ്യം കണ്ടത്. അതിനാൽ തന്നെ സംഭവം അതിഗൗരവകരമായി തന്നെയാണ് പോലീസ് അടക്കമുള്ളവർ ഏറ്റെടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ചും സ്കൂളിൽ നിന്നും കിട്ടി എന്ന് പറയുമ്പോൾ ആരിത് കൊണ്ടിട്ടു എന്ന ചോദ്യം അപ്പോഴും അവശേഷിക്കുന്നു. ഈ കുട്ടി ഈ ചോക്ലേറ്റ് കഴിക്കുമ്പോൾ പകുതി ചോക്ലേറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റാരെങ്കിലും കഴിച്ചതിന് ശേഷം ഇത് ഈ ക്ലാസ് മുറിയിൽ വെച്ചതാണ് എന്ന നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോഴും മാതാപിതാക്കൾ ഉള്ളത്. അത് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇനി നടത്താനും പോകുന്നത്. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. അഞ്ജനയാണ് ഈ വാർത്ത കോട്ടയത്ത് നിന്നും റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും സ്കൂൾ അധികൃതർ ഇക്കാര്യത്തിൽ രക്ഷിതാക്കൾ പരാതി പറയുമ്പോൾ നേരിട്ട് അവരെ എതിർക്കുകയല്ല വേണ്ടത്. ഈ ചോക്ലേറ്റ് എങ്ങനെ അവിടെ വന്നു? ഇനി ആ ക്ലാസ് മുറിയിൽ നിന്ന് കിട്ടിയതല്ല, പുറത്തുനിന്നൊരാൾ കൊണ്ട് കൊടുത്തതാണെങ്കിൽ പോലും സ്കൂളിന്റെ പരിസരത്തിൽ LKG പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഈ ചോക്ലേറ്റ് എങ്ങനെ കിട്ടിയെന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം സ്കൂൾ അധികൃതർക്കില്ലേ? അത് ഡിഫെൻഡ് ചെയ്ത് ഇത് അബാക്കസിന് പോയപ്പോൾ കിട്ടിയതാണ്. അബാക്കസും അതേ സ്കൂളിലെ മറ്റൊരു ക്ലാസ് മുറിയാണ്. അപ്പോൾ എവിടെയാണ് ഇങ്ങനെ ചോക്ലേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ ചോക്ലേറ്റിൽ ഈ ലഹരിയുടെ സാന്നിധ്യമുള്ളതായിട്ട് ടോക്സിക്കോളജി ഡിപ്പാർട്ട്മെന്റിന് റിപ്പോർട്ട് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ആഴത്തിലിത് പരിശോധിക്കണം, അന്വേഷിക്കണം. അതിൻ്റെ ഉറവിടം എവിടെയാണെന്ന് കണ്ടെത്തുകയും വേണം. ഒഴിഞ്ഞുമാറാൻ എളുപ്പമാണ്. അത് രക്ഷിതാക്കൾക്കാണെങ്കിലും ശരി, സ്കൂൾ അധികൃതർക്കാണെങ്കിലും ശരി, സംവിധാനങ്ങൾക്കാണെങ്കിലും ശരി. ഇനി ഒഴിഞ്ഞു മാറിയതുകൊണ്ട് കാര്യമില്ല. അത്രമേലടുത്ത്
ഈ വിപത്ത് നമ്മളെ വന്ന് തൊട്ടിരിക്കുന്നു എന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകർ തിരിച്ചറിയണം.